ഇത്തിരി അകലെയാണ്. ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നു, ഉരുൾപൊട്ടലിൽ അത് പോയി. പിന്നെ അത് തോണ്ടിയിട്ടൊന്നുമില്ല. വെള്ളമല്ല, ചുമട് ആയിട്ടാണ് ഇപ്പോൾ വയ്യാണ്ടുമായി. അപ്പോൾ ഞങ്ങൾ വീട് വിട്ട് പോകാൻ നിൽക്കുക. വെള്ളമില്ലാത്തതുകൊണ്ട് വീട് വിട്ട് പോകണം. മകള് പ്രസവത്തിന് നടക്കും. നല്ല ബുദ്ധിമുട്ട്. വർഷങ്ങളായിട്ട് ഇത് കാണുന്നതല്ലേ. ഇപ്പോൾ ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ അവർ ഇന്നും ഇന്നലെ ഉള്ളവരല്ല. അവരും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഈ വാർഡിൽ തന്നെ ഉള്ള മെമ്പർമാരാണ്. അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ വീട്ടിലെ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല. അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ളൊരു രീതിക്ക് അവർ പോകുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം. എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ 4 കിണറുണ്ട്, ഞങ്ങൾ ജലനിധി നടത്തുന്നുണ്ട്, കിണറുകളുണ്ട്. പണ്ട് കല കിണറിൽ വെള്ളം വേണം, അല്ലാതെ വെള്ളമില്ലാതെ ഒരു ജലനിധി എന്നൊരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല. കുടിവെള്ളം കിട്ടാക്കനി, വീടുകൾ വിടാനൊരുങ്ങി നാട്ടുകാർ. പഴയന്നൂർ 18-ാം വാർഡിലെ ചില കുടുംബങ്ങൾ കുടിവെള്ള പ്രതിസന്ധി കാരണം വീടുകൾ വിടാനൊരുങ്ങി നിൽക്കുന്നു. കുമ്പളക്കോട് ഭജനമഠം വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിക്ക് കീഴിൽ വരുന്ന നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്നത്. മുൻവർഷങ്ങളിലൊക്കെ കടും വേനലിൽ വെള്ളം മുടങ്ങാറുണ്ട്. ഇത്തവണയും വിഭിന്നമല്ല. ആഴ്ചയിലൊരിക്കലാണ് കുടിവെള്ളം വരുന്നത്, അതും പേരിന്. പരാതിപ്പെട്ടപ്പോൾ കുഴൽക്കിണറിൽ പര്യാപ്തമായ വെള്ളമില്ലെന്നാണ് മറുപടി ലഭിച്ചത്. ചുറ്റുവട്ടത്തെ കുളവും കിണറുമെല്ലാം വറ്റി വരണ്ടു. ദൂരത്തുനിന്നും തലച്ചുമടായിട്ടാണ് പലരും വെള്ളം എത്തിക്കുന്നത്. ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാറുണ്ടായിരുന്നു, ഇത്തവണ അതുമില്ല. പക്ഷേ കടും വേനലിൽ വെള്ളം ഉറപ്പുവരുത്തുകയാണ് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആർക്കുമെതിരായുള്ള സമരമല്ല. എല്ലാ ദിവസവും കുടിവെള്ളം ലഭിക്കാവുന്ന വിധത്തിൽ പദ്ധതിയെ മാറ്റിയെടുക്കണമെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെ ആവശ്യം. ഏതു കുടിവെള്ള പദ്ധതി വന്നാലും സ്വാഗതം ചെയ്യുന്നതായും കുടിവെള്ളം മാത്രം ലഭിച്ചാൽ മതിയെന്നുമാണ് ഇവരുടെ നിലപാട്.